ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നൊക്കെയാണല്ലേ കുറച്ച് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എപ്പോഴും കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെയും സിമ്പിൾ പാസ്റ്റ് ടെൻസിനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോകും, ഞാൻ സംസാരിക്കും, ഞാനത് വാങ്ങിക്കും, ഞാനത് വായിക്കും എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചില്ലേ, അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വരുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? വില്ല് പറയാം. വില്ല് പറഞ്ഞതിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച എക്സാമ്പിൾ തന്നെ നോക്കാം. ഞാൻ സ്കൂളിൽ പോകും. ഓക്കെ, നമ്മൾ നേരത്തെ സ്കൂളിൽ പോകുന്നു പഠിച്ചു, സ്കൂളിൽ പോയും പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ സ്കൂളിൽ പോകും. ഞാൻ സ്കൂളിൽ പോകും എന്നെങ്ങനെയാണ് പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ സേ ഐ വിൽ ഗോ ടു സ്കൂൾ. ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകും. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, ഐ ആണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഐ അല്ല, അതിന് പകരം ഹിയോ ഷിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? നോക്കിയാലോ. ഹീ വിൽ ഗോ ടു സ്കൂൾ. ഷീ വിൽ ഗോ ടു സ്കൂൾ. യു വിൽ ഗോ ടു സ്കൂൾ. ചേഞ്ച് ഒന്നുമില്ല അല്ലേ? അതെ, നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പറയുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? വിൽ ആഡ് ചെയ്തതിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ പൂക്കൾ വാങ്ങിക്കും എന്നെങ്ങനെ പറയാം? ഐ വിൽ ബൈ ഫ്ലവേഴ്സ്. ഞാൻ ബുക്ക് വായിക്കും. ഐ വിൽ റീഡ് ബുക്സ്. അവൾ ബുക്ക് വായിക്കും. ഷീ വിൽ റീഡ് ബുക്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിൽ ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴും എന്ത് ചെയ്യുക? വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി മുതൽ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വില്ലുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. താങ്ക്